നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. നയൻ ഓഫ് സോൾസ്, ഹെർമിറ്റ്, ടു ഓഫ് സോൾസ്, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കുറച്ച് പൈസക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിട്ടുള്ള ചില ആൾക്കാരെ കാണുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ്. ചില ആളുകൾക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വീടോ വാഹനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പൈസ സ്വരൂപിക്കുന്ന ഒരു എനർജിയാണെന്ന് കാണുന്നത്. ഇന്നത്തെ ദിവസം വളരെ ക്യാഷ് ഫ്ലോ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളത് കറക്റ്റായിട്ട് സേവ് ചെയ്യാനായിട്ട്, അതുപോലെ ആ മണി മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ടെന്നാണ് കാർഡ് പറയുന്നത്. അടുത്ത് വന്നിരിക്കുന്ന നയൻ ഓഫ് വാൻഡ്സിൻ്റെ കാർഡാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ബിസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വാങ്ങുവാനോ, വാഹനം വാങ്ങുവാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുവാനോ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുവാനോ ഒക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിലാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സംഭവം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, ആ ഹാപ്പിനെസ്സിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കൂടുതലും കാണുന്നത്. ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് വളരെ മടുപ്പ് തോന്നുന്നത് മൂലം വളരെ അധികം നഷ്ടബോധത്തിലിരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി അതിൻ്റെ ദുഃഖത്തിലിരിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുവാൻ വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായിട്ട് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആവാം, ചില ആളുകൾക്ക് ജോലി ആവാം, മണി ആവാം. എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് യൂണിവേഴ്സ് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ നഷ്ടബോധത്തിലിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ടു ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ 2 ചോയ്സ് വരും എന്നാണ് പറയുന്നത്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ആ ചോയ്സിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് അത് തിരഞ്ഞെടുക്കാം. ചില ആളുകൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തിരുന്നിട്ട് ഒന്നിച്ച് ചില 2 സ്ഥലത്തു നിന്ന് ഓഫർ ലെറ്ററുകൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം. ഏത് തിരഞ്ഞെടുത്താലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത് നല്ല ഒരു തീരുമാനമായിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സിക്സ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാ സ്ഥലത്തിലും വിജയിച്ച് നിൽക്കാനുള്ള ഒരു എനർജിയാണ്.
ആരെങ്കിലും നിങ്ങളോട് മത്സരിക്കാൻ വന്നാൽ നിങ്ങൾക്കായിരിക്കും അതിനകത്ത് അന്തിമ വിജയം ലഭിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വല്ല മത്സരങ്ങളൊക്കെ ഉണ്ടാവാം. ജോലി സംബന്ധമായ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ വല്ല പ്രോജക്ട് സബ്മിഷനോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വിജയിക്കാൻ പറ്റുമെന്ന് പറയാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിന് അതിനകത്ത് സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും ഗവൺമെൻറ് സംബന്ധമായ എന്തെങ്കിലും അപ്രൂവൽസോ പേപ്പർ വർക്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. കുറേ നാളുകളായിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അത് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാനുള്ള ചാൻസ് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാത്തിനും ഒരു പുതിയ ഉണർവുണ്ടാവും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നേരത്തെ പെൻഡിങ് വെച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് നമുക്ക് ഒരു മൊമെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയണം. ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നമുക്ക് പൊടി തട്ടിയെടുത്ത് അത് ഒന്ന് അതിൻ്റെ ആക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് അതെല്ലാം ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം ഡ്രോപ്പായ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ പൊടി തട്ടിയെടുത്ത് അത് വളരെ ആക്റ്റീവായിട്ട് കഠിനാധ്വാനം ചെയ്ത് റിസ്ക് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തോളുക. ഇതാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഈ ഒരു എനർജിയിൽ തന്നെ എല്ലാവർക്കും നിൽക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.